ഹായ് മക്കളെ, +1 വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള മുട്ടൻ പണി തന്നെയാണ് ഈ ടൈം ടേബിൾ, പ്രത്യേകിച്ച് ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക്. എന്തൊക്കെയാണ് ടൈം ടേബിളിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവയെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുക, ഏത് സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ട് പഠിച്ചാലാണ് ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുക എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും ലേറ്റ് ആകാത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. സോ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ടൈം ടേബിൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും, ശരിയല്ലേ? സോ നമ്മുടെ ടൈം ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു വെച്ചാൽ 15-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. ആദ്യത്തെ പരീക്ഷ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. എല്ലാ പരീക്ഷകളും ആഫ്റ്റർനൂൺ ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ആദ്യത്തെ സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും ഒക്കെ വളരെ സ്മൂത്തായി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനുശേഷം വരുന്ന കെമിസ്ട്രിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു പണി തന്നെയാണ് കാത്തിരിപ്പുള്ളത്. കാരണം കെമിസ്ട്രി പഠിക്കാൻ നമ്മുടെ മുന്നിൽ ഒട്ടും തന്നെ സമയമില്ല, പരീക്ഷകൾക്കിടയിൽ ഒട്ടും തന്നെ സമയമില്ല എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം 16-ാം തീയതിയുള്ള ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 17-ാം തീയതി നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷയുണ്ട്. അതായത് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു പഠിക്കാമെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. കൃത്യമായിട്ട് അതിനു മുൻപ്, പരീക്ഷകളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് കെമിസ്ട്രി നിങ്ങൾ സേഫ് ആക്കിയാൽ മാത്രമേ ഏറ്റവും മികച്ച മാർക്ക് കെമിസ്ട്രിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പരീക്ഷ എന്ന് പറഞ്ഞു വെച്ചാൽ 20-ാം തീയതി നടക്കുന്ന മാത്സ് ആണ്. സോ അതിനാൽ തന്നെ കെമിസ്ട്രി കഴിഞ്ഞ് 17-ന് കെമിസ്ട്രി കഴിഞ്ഞ് 17-ാം തീയതി രാത്രിയുണ്ട്, 18-ാം തീയതി മുഴുവനുമുണ്ട്, 19-ാം തീയതി മുഴുവനുമുണ്ട്, 20-ാം തീയതി രാവിലത്തെ സമയവുമുണ്ട്. സോ മാത്സിന് വിശാലമായി തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയവും സാവകാശവും നിങ്ങളുടെ മുന്നിലുണ്ട്. അടുത്ത പരീക്ഷ ഫിസിക്സിനും നമുക്ക് ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം 20-ാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത ഫിസിക്സ് പരീക്ഷ നടക്കാൻ പോകുന്ന 22-ാം തീയതിയാണ്. സോ അപ്പോഴും നിങ്ങൾക്ക് ഫിസിക്സ് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. സോ ഫിസിക്സിനെ സംബന്ധിച്ചും മാത്സിനെ സംബന്ധിച്ചും വലിയ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അടുത്തത് ബയോളജിയാണ്. അതാണ് ഏറ്റവും വലിയ കുരുക്കെന്ന് പറയുന്നത്. ബയോളജി സയൻസ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന 8ന്റെ പണിയാണ് ഈ ബയോളജി പരീക്ഷ. 22-ാം തീയതി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ബയോളജിയാണ്. പർട്ടിക്കുലർലി എന്തുകൊണ്ട് ബയോളജി സയൻസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പാരലലി CS-ന്റെ പരീക്ഷ 23-ാം തീയതി ഇല്ല. അതുതന്നെയാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പറയാനുള്ള കാരണം. CS-ന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് അടുത്ത വർഷം ജനുവരി 6-ാം തീയതിയാണ്. സോ അവർക്ക് CS പഠിക്കാൻ ഒട്ടേറെ സമയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ അത്തരത്തിൽ സമയമില്ല. ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് ബയോളജി പരീക്ഷ നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പോകുന്നത്. സോ ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ടൈം ടേബിൾ തന്നെയാണ് കാത്തിരിപ്പുള്ളത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസിനും ഒരുപോലെ ബുദ്ധിമുട്ടാണെങ്കിൽ വലിയ പ്രശ്നമില്ല. CS-കാർക്ക് വളരെ കംഫർട്ടായിട്ട് പരീക്ഷ എഴുതാനുള്ള സാഹചര്യമുള്ള ടൈം ടേബിളും ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒട്ടും പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യാൻ സാവകാശമില്ലാത്ത ടൈം ടേബിൾ കൂടിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ടൈം ടേബിളിൽ വലിയൊരു മാറ്റം ഇനിയുള്ള സാഹചര്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ മാറ്റം വരാനും പോകുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും? മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സൂചന നൽകുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ചോദ്യ പേപ്പർ തന്നെയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. പല ചോദ്യങ്ങളും നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. ഫിസിക്സിനെ സംബന്ധിച്ച് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്ന ചോദ്യങ്ങളിൽ പലതും നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണാൻ പോവുകയാണ്. PYQയിൽ ഊന്നി മാത്രം പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായ ചോദ്യ പേപ്പർ ആണ്, ഇതിനൊരു സൂചന ഉണ്ടായിരുന്നില്ല എന്ന് കൈമലർത്തിയിട്ട് കാര്യമില്ല. ആ മുൻകരുതൽ നിങ്ങൾ ഈ മൊമെന്റിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രിക്കോഷൻ നിങ്ങൾ ഈ മൊമെന്റിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യ പേപ്പർ ബുദ്ധിമുട്ടാവും എന്ന മെന്റാലിറ്റി നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യുക. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഓരോരുത്തരും തുടങ്ങുക. അപ്പൊ അടുത്തൊരു ചോദ്യം എല്ലാവരുടെ ഭാഗത്ത്, സർ സൈലത്തിന്റെ റിവിഷൻ ക്ലാസ്സുകൾ എപ്പോഴാണ് തുടങ്ങുക, സൈലത്തിന്റെ സ്റ്റഡി പ്ലാനുകൾ ഒന്നും തന്നെ ഇല്ലേ എന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മക്കളെ, കാത്തിരിക്കുക. കേരളം കാത്തിരിക്കുന്ന ഏറ്റവും മികച്ച +1ന്റെ സ്റ്റഡി പ്ലാനുമായിട്ട് സൈലം വരികയാണ്. ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് പോലും A+ ഉറപ്പാക്കി തരുന്ന രീതിയിലുള്ള കിടിലൻ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയുമാണ് നിങ്ങൾക്ക് വേണ്ടി സൈലം കാത്തുവച്ചിരിക്കുന്നത്. ഒരു ടെൻഷനും ഇല്ലടാ, നമ്മൾ ഈ പരീക്ഷ തൂക്കിയിരിക്കും. ക്രിസ്മസ് പരീക്ഷ നമ്മൾ തൂക്കും. ഏറ്റവും മികച്ച മാർക്ക് നമ്മൾ ഉറപ്പിച്ചിരിക്കും. കോൺഫിഡന്റ് ആയിരിക്കുക. നമുക്ക് ഏറ്റവും മികച്ച വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. സൈലം കൂടെയുണ്ട്, ഞങ്ങളും കൂടെയുണ്ട്.